നമസ്കാരം. എല്ലാ മലയാളികളും ഓണാഘോഷ തിരക്കിലാണ്. അതുപോലൊരു ആഘോഷത്തിലാണ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസർ. പ്രത്യേകത എന്തെന്നാൽ കുട്ടികൾക്കുള്ളതാണ് ഈ ആഘോഷം. പുസ്തകപ്പുരയുടെ 2ാം വാർഷികാഘോഷം. പൊതുപ്രവർത്തനത്തിൽ എത്തിയത് വായനശാലയുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. വായനശാലയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി പുസ്തകം എടുക്കാൻ പോകുന്നു, പുസ്തകം വായിക്കുന്നു. അവിടെ ഉണ്ടാകുന്ന കൂട്ടായ്മയിൽ നിന്നാണ് പതുക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ള ഒരു ചുമതലയിൽ എത്താൻ കഴിഞ്ഞതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് പുസ്തകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വായനശാലയുടെ പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ എത്തിയത്. കാരണം നമുക്ക് പുസ്തകം നൽകുന്നത് ചെറിയ അറിവല്ല അല്ലേ. ഒരു മനുഷ്യനൊരു അപരിഷ്കൃത സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് നാം ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് മുന്നേറുന്നത്? ആ പരിഷ്കൃത സമൂഹത്തിലേക്കുള്ള മുന്നേറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ് ആളുകൾ അറിവ് തേടിയുള്ള യാത്ര. അറിവ് തേടിയുള്ള യാത്ര അത് ഏറ്റവും പ്രധാനമായും പുസ്തകങ്ങളിലൂടെ തന്നെയാണ്. പഴയകാലത്തെ പുസ്തകങ്ങൾ, പുതിയ കാലത്തെ പുസ്തകങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് 10 പുസ്തകങ്ങളോ അല്ലെങ്കിൽ 15 പുസ്തകങ്ങളോ നമ്മളുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ 15 തരം ലോകങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഒരു 100-ലധികം ആളുകളെയാണ് നമ്മൾ ആ പുസ്തകങ്ങളിലൂടെ കാണുന്നത്. ഇനി വീണ്ടും ഒന്ന് കൈയടിക്കൂ. എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളിവിടെ സെലക്ട് ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് തരുന്നത് അല്ലേ? കുറെ പേരൊക്കെ അയച്ചു. എന്നിട്ട് കുറെ പേര് അയച്ചിട്ടുണ്ട്. അതിൽ കുറെ പേരൊക്കെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്ത കുട്ടികൾക്കാണ് ഈ പറയുന്ന പുസ്തകങ്ങൾ തരുന്നത് അല്ലെ. എന്തുകൊണ്ടാണ്? നല്ല വായനാശീലമുള്ള കുട്ടികളെ മാഷും ചേച്ചിയും അതുപോലെ തന്നെ വേറെ തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ചില ടെക്നിക്കുകൾ പറയാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ അക്ഷരം എന്നാൽ എന്താ? ആർക്കെങ്കിലും ഈ അക്ഷരത്തിന്റെ അർത്ഥം പറയാൻ പറ്റും? ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിൽ ഇത്രയും പുസ്തകങ്ങളുണ്ട്, എല്ലാം വായിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം പറയാൻ പറ്റും? യെസ്, കറക്റ്റ്. അക്ഷരേ ഇതി അക്ഷരം, അതാണ് അക്ഷരം. അക്ഷരം എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. അക്ഷരേ ഇതി, നശിപ്പിക്കാൻ സാധിക്കാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. എന്താ നശിപ്പിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് അത് നശിപ്പിക്കാൻ സാധിക്കാത്തത്? അതിന് നാശമില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മള് ഇപ്പൊ പല എഴുത്തുകാരെയും നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഈ എഴുത്തുകാരുടെ രൂപം കൊണ്ടോ ഭാവം കൊണ്ടോ എന്തെങ്കിലും ആണോ നമ്മൾ അവരെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്? കാരണം വേറൊരു കാര്യത്തിലും ഇടപെടാതെ കുട്ടികളെ ഇനിയും പഠിപ്പിക്കുക, വിദ്യാഭ്യാസം ഉണ്ടാക്കുക, ഈ അറിവുണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, എഴുതാൻ പ്രേരിപ്പിക്കുക, എഴുത്തിലൂടെ അക്ഷരങ്ങൾ നന്നായിരിക്കുക, ഇതൊക്കെയാണ് ഇതിൽ. അതുപോലെ തന്നെ അറിവുകൾ കൂടുതൽ നിങ്ങൾക്കുണ്ടാവുക. പലതരത്തിലുള്ള മാഷ് പറഞ്ഞു, പലതരത്തിലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അറിവുണ്ടാക്കുക, അതുപോലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ എഴുതാനുള്ള കഴിവ് ജനിപ്പിക്കുക, എഴുത്ത് അക്ഷരങ്ങൾ ഭംഗിവെപ്പിക്കുക, ഇതൊക്കെ ഇതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നതാണ്. ഇക്കാര്യത്തിൽ ഇതിൻ്റെ വീട്ടിലൊരു വായനശാല എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതായത് കുട്ടികളിലെ വായനശീലം ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് 50 പുസ്തകങ്ങൾ വരെ സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. പുസ്തകപ്പുരയുടെ 2 വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇപ്പോൾ 3ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രന്ഥശാല ദിനത്തിനാണ് നമ്മൾ ഈ പ്രോഗ്രാം. കുട്ടികൾക്ക് വായനാശീലമുള്ള കുട്ടികൾക്ക് സൗജന്യമായി 50 പുസ്തകം നൽകുക എന്നുള്ള ഈ സമ്പ്രദായം നമ്മൾ തുടങ്ങിയത് 2 വർഷം മുൻപ് ഗ്രന്ഥശാല ദിനത്തിനാണ്. അതിൻ്റെ തുടർച്ചയായി പുതുതായി തിരഞ്ഞെടുത്ത 40 കുട്ടികളാണ് ഇന്ന് ഈ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഏകദേശം 200ഓളം കുട്ടികൾ പങ്കെടുത്തതിൽ നിന്നാണ് ഇവരെ അഭിമുഖത്തിലൂടെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സാധാരണ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം അപേക്ഷകർ വളരെ കൂടുതലായിരുന്നു.
അങ്ങനെ കൂടുതലായതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകമായിട്ടൊരു അഭിമുഖം വയ്ക്കേണ്ടി വന്നത്. കഴിഞ്ഞ 2 വർഷത്തേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികളാണ് ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ പല കുട്ടികളുടെയും രക്ഷിതാക്കൾ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ആൾക്കാരാണ്. അതല്ലെങ്കിൽ പോലും കുട്ടികൾക്ക് അത്യാവശ്യം അവരാവശ്യപ്പെടുന്ന സംഭവങ്ങൾ പുസ്തകങ്ങളായാലും എന്തായാലും വാങ്ങിക്കൊടുക്കാൻ ഇന്നത്തെ രക്ഷിതാക്കളൊക്കെ തയ്യാറാണ്. പക്ഷെ കുട്ടികളുടെ കഴിവുകൊണ്ട് ഒരു സമ്മാനം കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നിലേക്ക് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുട്ടികൾക്ക് വലിയ അഭിമാനമായിരിക്കും. മറ്റൊരു പദ്ധതിയാണ് സൗഹൃദ വായനക്കൂട്ടം. ഫ്ളാറ്റുകൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ എന്നിവയുടെ സഹകരണത്തോടെ വായനശാല ആരംഭിക്കാവുന്നതാണ്. ഒരുപാട് കുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഈ 2 വർഷക്കാലം എങ്ങനെയായിരുന്നു എന്നുള്ളത്. എൻ്റെ പേര് കനിഷ്ക്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. ഇവിടെ വന്നിട്ട് 6 കൊല്ലം ആയിട്ടുള്ളൂ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഞാൻ 7ലാണ് പഠിക്കുന്നത്. ഇപ്പോഴത്തെ വീട് കൊടകരയാണ്. GNBHS കൊടകരയിലാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ഞാനിപ്പോൾ നിലവിൽ ബാലസംഘത്തിന്റെ കൊടകര ഏരിയ ജോയിന്റ് സെക്രട്ടറി ആണ്. പിന്നെ ക്രിക്കറ്റ് കുറെ കളിക്കാറുണ്ട്. ക്രിക്കറ്റ് ജില്ലാ ടീമിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുസ്തകം വായിക്കാൻ വളരെയധികം ഇഷ്ടമാണ്. കുറെ നോവലുകളാണ് എനിക്ക് വായിക്കാൻ കൂടുതലായിട്ടും ഇഷ്ടം. ഇൻവെസ്റ്റിഗേഷൻ നോവലുകളാണ് കൂടുതലായിട്ടും ഇഷ്ടം. നല്ല ഹാപ്പിയാണ് ഇത്രയും പുസ്തകം കിട്ടുന്ന. കുറെ വായിച്ചിട്ടുണ്ട്. എനിക്ക് മെർക്കുറി ഐലൻഡ് ലോകാവസാനം. എന്റെ പേര് അനർഘ്യ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ GHS കൊടകരയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ മൈ റേഡിയോ 90 FM, മാതൃഭൂമി ക്ലബ് FM, 1.14 സാഹിത്യവാണി എന്ന റേഡിയോസിലൊക്കെ RJ ആണ്. ഞാൻ ഫാഷൻസും മാഗസീൻ എന്ന മോഡലിങ്ങിന്റെ ഒരു മോഡലാണ്. പിന്നെ കിഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഞാൻ. അതുപോലെ തന്നെ എനിക്ക് കൊടകര കേന്ദ്ര ഗ്രന്ഥശാലയില് അംഗത്വമുണ്ട്. ഞാൻ അതിലത്തെ ബാലവേദിയിലെ അംഗമാണ്. ഈ പുസ്തകങ്ങള് വായിക്കുന്നതിന് ഈ പുസ്തകപുര എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട്. പഞ്ചതന്ത്രം കഥകള്. എന്റെ പേര് ആദിശങ്കർ. ഞാൻ ആലത്തൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ KVPS മണക്കുളങ്ങര സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നല്ല പുസ്തകങ്ങളാണെല്ലാം എനിക്കിഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പേര് അമൃതകൃഷ്ണ. ഞാൻ പെരുങ്ങോട്ടുകരയിൽ നിന്നാണ് വരുന്നത്. SNMHS സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നല്ല അഭിപ്രായമായിരുന്നു. അല്ലാതെ അത്യാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബഷീറിന്റെ പുസ്തകങ്ങളാണ്. എന്റെ പേര് വൈദ്യ. ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ 2ാമത്തെ വർഷം. ഇത് പുസ്തകങ്ങൾ ഇത് നല്ലൊരു പരിപാടിയാണ്. എനിക്ക് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്നത്. ഞാൻ ലൈബ്രറിയിൽ പോയാണ് വായിക്കാറുള്ളത്. ഞാൻ ദേവദത്തൻ GLPS കൊടകരയിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എനിക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഫോട്ടോഗ്രാഫിയും എനിക്കിഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗൂഗിള് കുട്ടപ്പൻ, പിന്നെ ടോട്ടോച്ചാൻ, ഉണ്ണിക്കുട്ടന്റെ ലോകം. പുസ്തകപുരയില് കഴിഞ്ഞ വർഷം സ്കൂളിൽ തുടങ്ങിയിരുന്നു കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാൻ. വായനാ ദിനത്തിലാണ് തുടങ്ങിയത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് ലൈബ്രറി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സ്കൂളിൽ നിന്നാണ് അറിഞ്ഞത്. പിന്നെ ലൈബ്രറിയിൽ നിന്നും ഒരു മെസ്സേജ് കണ്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം കുട്ടികൾക്ക് ഇപ്പോൾ ചിലപ്പോൾ വീട്ടിൽ പൈസ ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് പുസ്തകങ്ങൾ കിട്ടുമ്പോൾ വായിച്ചു തുടങ്ങിയ എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെ നിർത്തില്ല. അവർക്ക് ഇഷ്ടമാണ്. ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എനിക്കൊരു പുസ്തകം വായിച്ചു തരൂ. ഇങ്ങനൊരു പ്രോജക്റ്റിനെ കുറിച്ച് ആദ്യമായിട്ടാണ് നമ്മൾ അറിയുന്നതും ശ്രദ്ധിക്കുന്നത്. വേണ്ടപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളെ ഷെയർ ചെയ്തിരുന്നു. പറഞ്ഞവരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വരും വർഷങ്ങളിൽ കൂടുതൽ ആളുകൾ ഈ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ലക്ഷ്യം വളരെ രസകരമായി തോന്നുന്നു. കാരണം വളരെ നിസ്സാരമായിട്ട് വളരെ എളുപ്പത്തിൽ കുട്ടികളെ പുസ്തകം ലോകത്തേക്ക് കൊണ്ടുവരാനും അക്ഷരത്തിന്റെ അറിവുകൾ ലോകത്തേക്ക് കൊണ്ടുവരാനും സാധിക്കും. നല്ല റെസ്പോൺസ് കാണിച്ചു. അതെല്ലാവരും ഞങ്ങളൊരു
താല്പര്യമുള്ളവർക്ക് പുസ്തകപുര ചെയർമാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ്, ഡോക്ടർ ബീന KM എന്നിവരുമായിട്ട് ബന്ധപ്പെടാം.